ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇത് ഞാവൽപ്പഴമാണ് കേട്ടോ. ഈ ഞാവൽപ്പഴം കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഞാവൽപ്പഴത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒരുപാട് വൈറ്റമിനുകളുണ്ട് ഇതിൽ. പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു സൂപ്പർ പഴമാണ് ഞാവൽപ്പഴം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മധുരത്തിൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഇടവിട്ടുള്ള ആ ദാഹവും അതുപോലെ തന്നെ മൂത്രശങ്കയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഐറ്റമാണ് ഈ ഞാവൽപ്പഴം. പല്ലുകളുടെ മോണകളുടെ ബലത്തിന്, അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾ, ഇതെല്ലാം മാറാൻ ഞാവൽപ്പഴം ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പഴമാണ്. പിന്നെ കുട്ടികൾക്ക്, മുതിർന്നവർക്കൊക്കെ, ഗർഭിണികൾക്കൊക്കെ ഈ വിളർച്ച ഉണ്ടാകുന്നതിന് അത് തടയാൻ വേണ്ടിയിട്ട് ഈ ഞാവൽപ്പഴം കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാവൽപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും ഞാവൽപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല മാംസളമായ ഒരു പഴമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കായുണ്ട്. പക്ഷേ ഇത് അല്ലാതെ കഴിക്കുമ്പോൾ നമുക്ക് വായിൽ ഈ പച്ച ഏത്തക്ക കഴിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ, അതേ ബുദ്ധിമുട്ട് നമുക്ക് ഈ ഞാവൽപ്പഴം കഴിക്കുമ്പോഴും നമ്മുടെ നാവിലൊക്കെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഞാവൽപ്പഴം വെച്ചിട്ട് വേറൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളിയിൽ ഈ ഞാവൽപ്പഴം ഒന്ന് വേവാൻ വെക്കണം. അപ്പോൾ ഞാവൽപ്പഴം അതിൻ്റെ എന്തുമാത്രം അളവുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവട്ടെ. ഇപ്പോൾ ഞാവൽപ്പഴമൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കഴമ്പുള്ള പഴമാണ് കേട്ടോ. ചില പഴങ്ങൾ ഇങ്ങനെ നീളത്തിൽ അധികം വണ്ണം ഇല്ലാതെയുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഞാവൽ നമ്മൾ കാണാറുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇത് വളരുന്നതാണ്. ഇപ്പോൾ അധികമൊന്നും നമ്മുടെ നാട്ടിൽ ഞാവൽ കാണാറില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം വെന്ത് ശരിക്ക് കുരുവെല്ലാം അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ കുരു നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പം ഞാവലെല്ലാം നല്ലപോലെ വെന്ത് ആ കഴമ്പെല്ലാം കായിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള കുരു എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലൊന്നും തീരില്ല, അതിന് മാത്രം ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇത്രയും കുരു അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കുരുവും നല്ല ഗുണമുള്ളതാണ്. കുരു ഉണക്കി പൊടിച്ച് പ്രമേഹ രോഗികൾ കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയും കുരു മാറ്റിയതിന് ശേഷം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കുന്നതിലും ഗുണമാണ് ആ മാംസഭാഗം കളയാതെ നമ്മളത് അരച്ചെടുക്കുമ്പോൾ, കഴമ്പ് കളയാതെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് ഉരുളിയിൽ ഒരു 2 സ്പൂണോളം നറുനെയ്യ് ഒഴിക്കാം. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇടണം എന്നില്ല. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നുള്ളൂ. ഒരു 8-10 ബദാം ഒന്ന് ക്രഷ് ചെയ്തത്. എന്നിട്ട് അത് നമുക്ക് ആ നെയ്യിലൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. അപ്പം മിക്കവർക്കും ഞാവൽപ്പഴം അങ്ങനെ ആ പഴം അതുപോലെ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ മൂത്ത് വന്ന ബദാമിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗി ചേർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല വയലറ്റ് കളറിൽ കിട്ടും, നല്ലൊരു പർപ്പിൾ കളറിൽ കിട്ടും. പക്ഷേ റാഗി അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിയിട്ടാണ് ഞാൻ റാഗി ചേർക്കുന്നത്. അപ്പോൾ ഒരു 2-3 സ്പൂണോളം റാഗിപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് ആ റാഗി നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് റോസ്റ്റ് ആവണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ആ പൾപ്പുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 100-150 ഗ്രാമോളം പനഞ്ചക്കര ഉരുക്കിയത് അത് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഈ ഞാവൽപ്പഴത്തിന് മധുരം കുറവാണ്, ഒരല്പം പുളിപ്പുണ്ട്. അപ്പോൾ ശർക്കര കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. അവരവരുടെ മധുരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഞാവൽപ്പഴം ഒരു 1/2 കിലോയാണ്. അപ്പോൾ അതിന് അളവിലാണ് ഞാനിപ്പോൾ ഒരു 100-150 ഗ്രാം ശർക്കര ഉരുക്കിയത് ചേർത്തത്. അത് പനം ചക്കരയാണ്, അപ്പോൾ അതിനും കൂടുതൽ ഗുണമുണ്ടല്ലോ അങ്ങനെ ചേർത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആ ശർക്കരയിൽ കിടന്നൊന്ന് ഇതാവണം, യോജിക്കണം. അതിന് ശേഷം ഞാനൊരല്പം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ
ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പ് ചേർക്കാതെ ഇന്ദുപ്പ് ചേർക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേക ഗുണം കൂടിയുണ്ട് കേട്ടോ. ഈ വായുക്ഷോഭമുള്ളത്, ഗ്യാസ് ട്രബിളുള്ള ആളുകൾക്കൊക്കെ ഞാവൽപ്പഴം വീട്ടിൽ ഉണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരു ഞാവൽപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ശമനം കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇട്ട കൂട്ടെല്ലാം ഈ പാകത്തിനായിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇത് HB കൂടാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാവൽപ്പഴത്തിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. തന്നെയുമല്ല, ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന റാഗിയിലാണെങ്കിലും അയൺ കണ്ടൻറ്റ് ധാരാളമുണ്ട്. അപ്പോൾ ആ പാകത്തിന് നമുക്ക് ഇത് കുറുക്കിയെടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്